ഇത് ബിസിനസ്സിലിട്ടാൽ ബിസിനസ് വർക്കാവും, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിട്ടാൽ പബ്ലിക് സ്പീക്കിംഗ് ഡെവലപ്പ് ആവും. ഒരാളുടെ തന്നെ ഇവിടെ നമ്മൾ വന്നിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യൂലേ, ഓഡിയൻസ് 10 20 ഒരു വലിയ ഓഡിയൻസിന് കിട്ടിയാലേ ഞാൻ ടീച്ച് പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ ബിൽഡ് ആവില്ല. നമ്മളെ 5ാമത്തെ പബ്ലിക് സ്പീക്കിംഗ് സെഷനിലിരിക്കുമ്പോൾ ഇന്ന് പറയാനുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും ഇമാജിൻ ചെയ്യുക, നമുക്കൊരു 1000 ആൾക്കാരുള്ളൊരു വേദിനെ അഭിമുഖീകരിക്കണം. അവർക്ക് വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അവരെ മനസ്സിലേക്ക് ഒരു അടിപൊളി ഐഡിയ ഇട്ട് കൊടുക്കണം, അവരെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നൊരു ഗോൾ ഉണ്ട്. അത് നിങ്ങളെ കൊണ്ട് കഴിയും. 1000 ആൾക്കാർ അല്ലെങ്കിൽ 10,000 ആൾക്കാരുടെ വേദിയിൽ നിന്നിട്ട് സംസാരിക്കണം. കാരണം അത്രയും ആൾക്കാരെ ടൈം കൂട്ടിയതിൽ ഒരു ഭയങ്കര റിസോഴ്സാണ് നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത്. അവരൊക്കെ ആകാംക്ഷയോടുകൂടി ഒരു ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കേൾക്കാൻ വേണ്ടി കാത്തുകയാണ്. അവിടെ നിങ്ങൾക്ക് കയറിയിട്ട് സംസാരിക്കാൻ കഴിയുമോ, ഒരു മീനിങ് സ്പീച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിലാണോ നിങ്ങൾ എല്ലാവരും ഉള്ളത്? പക്ഷേ ആ ലെവലിൽ ആവാൻ കഴിയുമോ നമുക്ക് ഭാവിയിൽ? കഴിയും എന്നുള്ള ഒരു കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉള്ള എത്ര ആളുണ്ട് ഭാവിയിൽ കഴിയും. പക്ഷെ അതൊരു ഹ്യൂജ് ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ സ്പീച്ചിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ആ കഥയിൽ 2 ആളുണ്ട്. രണ്ടാൾ ഗോൾഡ് മെഡലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്കൊരു ഗോൾഡ് മെഡൽ വിന്നണമെന്ന് പറഞ്ഞിട്ട് 2 ആൾ ട്രൈ ചെയ്യണം. ഏതാണ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ റണ്ണിങ് ആണ് ആക്ടിവിറ്റി. റണ്ണിങ്ങിൽ ഗോൾഡ് മെഡൽ 2 ആൾക്കും വേണം. അപ്പോൾ 2 ആൾക്കും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ, ഞാൻ ലെഫ്റ്റും റൈറ്റുമാണ് പറയാൻ പോകുന്നത്. റൈറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് എൻ്റെ മാക്സിമം കപ്പാസിറ്റി 10 റൗണ്ടാണ്. 10 റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ ഞാൻ എക്സോസ്റ്റഡ് ആവും, എൻ്റെ മസിൽ ഫൈബറൊക്കെ പൊട്ടിയിട്ട് ആകെ വയ്യാതാവും. അങ്ങനെ എക്സോസ്റ്റഡ് ആയാലേ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അന്നത്തെ ദിവസം എന്ന് മൈൻഡിൽ വെക്കുകയാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്താലല്ലേ നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. പിന്നെ ഈ ഇടത്ത് ഭാഗത്തുള്ള ഒരാൾ ചിന്തിക്കണം എന്താ വെച്ചാൽ, എനിക്ക് 10 ഓടാൻ കഴിയില്ല, 10 ഞാൻ ഓടാൻ കഴിഞ്ഞാലും ഞാൻ ഓടൂല എന്ന് ഒരു റൗണ്ടാണ് ഞാൻ ഓടുക. അപ്പോൾ ഒരാൾ ഭയങ്കര ഹാർഡ് വർക്ക് ഇടാൻ തുടങ്ങി, ഇയാൾ ലേസിയാണെന്ന് തോന്നുന്നുണ്ട്, നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ലേസിയാണ്. അങ്ങനെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഗോൾഡ് മെഡലിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇതിൽ ജയിക്കാൻ ചാൻസ് ഉള്ള ആരാണ് ഗോൾഡ് മെഡൽ നേടാൻ ചാൻസ് ഉള്ളത്? 10 റൗണ്ട് ഒബ്വിയസ്ലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗോൾഡ് മെഡൽ നേടുക. പക്ഷേ ഇവിടെ ഗോൾഡ് മെഡൽ നേടിയത് ഇയാളാണ്. എന്തുകൊണ്ട് ദിവസം ഒരു റൗണ്ട് മാത്രം ഓടുള്ളൂ എന്ന് പറഞ്ഞ ആള് ഗോൾഡ് മെഡൽ നേടി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ കഥയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഇവിടെ അപ്ലൈ ചെയ്തത് ദി തിയറി ഓഫ് മിനിമം എഫേർട്ടാണ്. ഇയാൾ അപ്ലൈ ചെയ്തത് എക്സോസ്റ്റഡ് ആക്കുക, നമ്മളെ എബിലിറ്റിനെ പുഷ് ചെയ്ത് പോകാൻ നോക്കുക. ഇവിടെയാണ് അറ്റോമിക് ഹാബിറ്റ്സിൽ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 ഫ്രെയിം വർക്കിൽ 3ാമത്തെ ഫ്രെയിം വർക്കായിട്ടുള്ള മേക്ക് ഇറ്റ് ഈസി എന്നുള്ള സ്ട്രാറ്റജി വർക്ക് ചെയ്യുക. അപ്പോൾ ഇയാൾ പറയുകയാണ് 10 റൗണ്ട് ഓടിയാലാണ് എനിക്ക് മസിൽ ഫൈബർ ഓടിനെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്ന് പറയാം. ഇയാൾ ഒരു റൗണ്ട് മിനിമം ഓടും. അത് ഒരു റൗണ്ട് ഓടിയാൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണെന്ന് ഇയാൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചിലപ്പോൾ 2 ആവാം, 3 ആവാം, 4 ആവാം, എത്ര ഓടിയാലും 1 ഓടിയാൽ സാറ്റിസ്ഫൈഡ് ആണ്.